വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വേർഡ് വിങ്സ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലിയാം ഓഫ് ഫ്ലഹേർട്ടിയുടെ വർക്കായ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്. ദ യങ് സീഗൾ വാസ് എലോൺ ഓൺ ഹിസ് ലെഡ്ജ്. ഹിസ് ടു ബ്രദേഴ്സ് ആൻഡ് ഹിസ് സിസ്റ്റർ ഹാഡ് ഓൾറെഡി ഫ്ലോൺ എവേ ദ ഡേ ബിഫോർ. സീഗൾ മീൻസ് കടൽക്കാക്ക. ആ ചെറിയ കടൽക്കാക്ക. ലെഡ്ജ് മീൻസ് പാറക്കെട്ട്. ആ പാറക്കെട്ടുകൾക്കിടയിൽ ഒറ്റയ്ക്കായിരുന്നു. ഹിസ് ടു ബ്രദേഴ്സ് അവൻ്റെ രണ്ടു ചേട്ടന്മാരും ആൻഡ് ഹിസ് സിസ്റ്റർ അവൻ്റെ സഹോദരിയും ഹാഡ് ഓൾറെഡി ഫ്ലോൺ എവേ ദ ഡേ ബിഫോർ കഴിഞ്ഞ ദിവസം പറന്നു പോയിട്ടുണ്ട്. ഹി ഹാഡ് ബീൻ അഫ്രൈഡ് ടു ഫ്ലൈ വിത്ത് ദം അവന് അവരുടെ കൂടെ പറക്കാൻ പേടിയായിരുന്നു. സംഹൗ വെൻ ഹി ഹാഡ് ടേക്കൺ എ ലിറ്റിൽ റൺ ഫോർവേഡ് ടു ദ ബ്രിങ്ക് ഓഫ് ദ ലെഡ്ജ് ആൻഡ് അറ്റംപ്റ്റഡ് ടു ഫ്ലാപ്പ് ഹിസ് വിങ്സ്. ബ്രിങ് മീൻസ് അരികെ, ലെഡ്ജ് മീൻസ് ഉന്തിയ പാറക്കെട്ട്. അവൻ ശ്രമിക്കുകയാണ്. ഫോർവേഡ് ടു ബ്രിങ്ക് ഓഫ് ദ ലെഡ്ജ് ആൻഡ് അറ്റംപ്റ്റ് ടു ഫ്ലാപ്പ് ഹിസ് വിങ്സ് മുന്നോട്ട് പോകുവാനും അവൻ്റെ ചിറകുകൾ അടിക്കാനും വേണ്ടി പരിശ്രമിക്കുകയാണ്. ഹി ബിക്കെയിം അഫ്രൈഡ് പക്ഷേ അവന് പേടിയാകുന്നു. ദ ഗ്രേറ്റ് എക്സ്പാൻസ് ഓഫ് സീ സ്ട്രെച്ച്ഡ് ഡൗൺ ബിനീത്ത് താഴെ വളരെ വിശാലമായി കിടക്കുന്ന കടൽ കാണുമ്പോൾ അവന് ഭയമാകുകയാണ്. ആൻഡ് ഇറ്റ് വാസ് സച്ച് എ ലോങ് വേ ഡൗൺ മൈൽ ഡൗൺ അത് വളരെ നീണ്ടു നിൽക്കുന്ന ഒരു വഴിയാണ്. ഹി ഫെൽറ്റ് സെർട്ടൻ ദാൻ ഹിസ് വിങ്സ് വുഡ് നെവർ സപ്പോർട്ട് ഹിം അവന് തോന്നുകയാണ് അവൻ്റെ ചിറകുകൾ അവനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് തോന്നുകയാണ്. സോ ഹി ബെൻഡ് ഹിസ് ഹെഡ് ആൻഡ് റാൻ എവേ ബാക്ക് ടു ദ ലിറ്റിൽ ഹോൾ അണ്ടർ ദ ലെഡ്ജ് വെർ ഹി സ്ലെപ്റ്റ് അറ്റ് നൈറ്റ്. അപ്പോൾ അവന് ബെൻഡ് മീൻസ് എന്താണ്? തല താഴ്ത്തുക. ഹി ബെൻ ഹിസ് ഹെഡ് അവൻ തല താഴ്ത്തി. ആൻഡ് റാൻ എവേ ബാക്ക് അവൻ പിന്നോട്ട് ഓടുകയാണ്. ദ ലിറ്റിൽ ഹോൾ ഒരു ചെറിയൊരു ഹോളിലേക്ക്, അണ്ടർ ദ ലെഡ്ജ് പാർക്കെട്ടിൻ്റെ താഴെയുള്ള ചെറിയൊരു ഹോളിലേക്ക്. വേർ ഹീ സ്ലെപ്റ്റ് അറ്റ് നൈറ്റ് അവിടെയാണ് അവൻ കഴിഞ്ഞ ദിവസം ഉറങ്ങിയിരുന്നത്. ഈവൻ വെൻ ഈച്ച് ഓഫ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് ഹിസ് ലിറ്റിൽ സിസ്റ്റർ ഹൂസ് വിങ്സ് വേർ ഫാർ ഷോർട്ടർ ദാൻ ഹിസ് ഔൺ അവൻ ചിന്തിക്കുകയാണ് അവൻ്റെ സിബ്ലിങ്സിൻ്റെ അവൻ്റെ ബ്രദേഴ്സിൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയും ചിറകുകൾ എങ്ങനെയാണ് ഫാർ ഷോർട്ടർ ദാൻ ഹിസ് ഔൺ അവനേക്കാൾ എത്രയോ ചെറിയ ചിറകുകളാണ്. റാൻ ടു ദ ബ്രിങ്ക് ഫ്ലാപ്ഡ് ദർ വിങ്സ് അവർ എന്ത് ചെയ്തിട്ടുണ്ട്? റാൻ ടു ദ ബ്രിങ്ക് അവർ ആ ലെഡ്ജ് ആ പാർക്കെട്ടിൻ്റെ ബ്രിങ്ക് മീൻസ് എൻഡിലേക്ക് പോവുകയും ഫ്ലാപ്ഡ് ദർ വിങ്സ് അവരുടെ ചിറകുകൾ അടിക്കുകയും ആൻഡ് ഫ്ലൂ അവേ പറന്നു പോവുകയും ചെയ്തു. ഹി ഫെയിൽഡ് അവൻ എന്ത് ചെയ്തു? പരാജയപ്പെട്ടു. ടു മസ്റ്റർ അപ്പ് മീൻസ് കളക്ട് ചെയ്യുക. അവന് ഹി ഫെയിൽ ടു മസ്റ്റർ അപ്പ് അവന് ധൈര്യം കൈവരിക്കാൻ പരാജയപ്പെട്ടു. കറേജ് ടു ടേക്ക് ദാറ്റ് പ്ലഞ്ച് വിച്ച് അപ്പിയർഡ് ടു ഹിം സോ ഡെസ്പെറേറ്റ് അവന് ധൈര്യം കൈവരിക്കാൻ പരാജയപ്പെടുകയും അത് അവനെ വളരെയധികം നിരാശനാക്കുകയും ചെയ്തു. പ്ലഞ്ച് മീൻസ് ജമ്പ്. ഹിസ് ഫാദർ ആൻഡ് മദർ ഹാഡ് കം എറൗണ്ട് കോളിംഗ് ടു ഹിം ഷ്രില്ലി അവൻ്റെ അച്ഛനും അമ്മയും അവൻ്റെ അടുത്തേക്ക് പറന്നു വരികയും കോളിംഗ് ടു ഹിം ഷ്രില്ലി മീൻസ് ഉച്ചത്തിൽ. സ്കോൾഡിങ് ഹിം അവനെ വഴക്ക് പറയുക. അവൻ്റെ അച്ഛനും അമ്മയും അവൻ്റെ അടുത്തേക്ക് പറന്ന് വന്ന് അവനെ ഉച്ചത്തിൽ വഴക്ക് പറയാൻ തുടങ്ങി. ത്രട്ടണിങ് മീൻസ് എന്താ? ഭീഷണിപ്പെടുത്തുക. ടു ലെറ്റ് ഹിം സ്റ്റാർവ് ഓൺ ഹിസ് ലെഡ്ജ് സ്റ്റാർവ് മീൻസ് പട്ടിണി അവനെ ആ പാറക്കെട്ടുകൾക്കിടയിൽ പട്ടിണിക്കിടുകയും ചെയ്യുമെന്ന് അവൻ്റെ പാരൻസ് അവനെ ഭീഷണിപ്പെടുത്തി. അൺലെസ് ഹി ഫ്ലൂ ഇവേ അവൻ പറന്നു പോയിട്ടില്ലെങ്കിൽ. ബട്ട് ഫോർ ദ ലൈഫ് ഓഫ് ഹിം ഹി കുഡ് നോട്ട് മൂവ് പക്ഷെ അവൻ പറയുകയാണ് അവന് എന്ത് ചെയ്യുകയാണ്? പറക്കാൻ പേടിയാണ്. അവന് മൂവ് ചെയ്യാൻ കഴിയുന്നില്ല. ദാറ്റ് വാസ് 24 hours എഗോ 24 മണിക്കൂറുകൾ കഴിഞ്ഞു. സിൻസ് ദെൻ നോബഡി ഹാഡ് കം നിയർ ഹിം ഇത്രയും ടൈമായിട്ടും 24 hours കഴിഞ്ഞിട്ടും അവൻ്റെ അടുത്തേക്ക് ആരും വന്നില്ല. ദ ഡേ ബിഫോർ കഴിഞ്ഞ ദിവസം ആൾ ഡേ എലോങ് മുഴുവൻ ടൈമും അവൻ എന്ത് ചെയ്യുകയായിരുന്നു? ഹി ഹാഡ് വാച്ച്ഡ് ഹിസ് പാരൻസ് ഫ്ലൈയിങ് എബൌട്ട് വിത്ത് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ അവൻ്റെ അച്ഛനും അമ്മയും അവൻ്റെ സിബ്ലിങ്സിൻ്റെ കൂടെ പറക്കുന്നത് അവൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെർഫെക്റ്റിംഗ് ദം ഇൻ ദ ആർട്ട് ഓഫ് ഫ്ലൈറ്റ് അവൻ്റെ അച്ഛനും അമ്മയും എന്ത് ചെയ്യുകയാണ്? ശരിയാക്കുകയാണ് അവരുടെ മറ്റു കുഞ്ഞുങ്ങൾ, അതായത് അവൻ്റെ ബ്രദേഴ്സും സിബ്ലിങ്സും പറക്കുന്ന ടൈമിൽ അവൻ്റെ അച്ഛനും അമ്മയും അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എങ്ങനെയാണ് പറക്കേണ്ടത് എന്ന കാര്യങ്ങൾ. ആർട്ട് ഓഫ് ഫ്ലൈറ്റ് പറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കാണുമ്പോൾ അവന് സങ്കടമാവുകയാണ്. ടീച്ചിങ് ദം ഹൗ ടു സ്കിം മീൻസ് തെന്നി മാറുക. ദ വേവ്സ് മീൻ തിരമാലകൾക്കിടയിലൂടെ എങ്ങനെ തെന്നി മാറണമെന്നും ആൻഡ് ഹൗ ടു ഡൈവ് ഫോർ ഫിഷ് ദ വേർഡ് ഡൈവ് മീൻസ് പിടിക്കുക എങ്ങനെയാണ് ഫിഷിനെ പിടിക്കേണ്ടത് എന്ന കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഹി ഹാഡ് ഇൻഫാക്ട് സീൻ ഹിസ് ഓൾഡർ ബ്രദർ ക്യാച്ച് ഹിസ് ഫസ്റ്റ് ഹെറിംഗ് ആൻഡ് ഡിവോർ ഇറ്റ് അവന് എന്താണ് കാണുന്നത്? അവൻ്റെ മൂത്ത സഹോദരൻ ആദ്യമായി ഹെറിംഗ് മീൻസ് മത്തി ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഫിഷ്
ഒരു മത്തിനെ പിടിക്കുകയും ഡിവർ ഇറ്റ് അതിന് വിഴുങ്ങുന്നതും അവൻ കണ്ടു. സ്റ്റാൻഡിങ് ഓൺ എ റോക്ക് ഒരു പാർക്കറ്റിൻ്റെ മുകളിൽ നിന്ന് അവനത് കണ്ടു. വൈൽ ഹിസ് പാരൻസ് സർക്കിൾഡ് അറൗണ്ട് റേസിങ് എ പ്രൗഡ് കാക്കിൾ. അപ്പോൾ അവൻ്റെ പാരൻസ് ഇത് കണ്ടുകൊണ്ട് എന്താ ചെയ്യുന്നത്, അവരുടെ മൂത്ത മകന് ഒരു ഫിഷിനെ പിടിച്ച് വിഴുങ്ങി ആദ്യമായിട്ട്. അപ്പോൾ ഇത് കണ്ട പാരൻസ് എന്ത് ചെയ്യുകയാണ്, അവൻ്റെ ചുറ്റും സർക്കിൾഡ് അറൗണ്ട് ഹിം വിത്ത് എ പ്രൗഡ് കാക്കിൾ. അവൻ്റെ ചുറ്റും വളരെ സന്തോഷത്തോടെ ഒരു പ്രൗഡായ ഫീൽ അവൻ്റെ പാരൻസ് വരികയാണ്. അപ്പോൾ ഒച്ചയുണ്ടാക്കി, കാക്കിൾ മീൻസ് സൗണ്ട് ഉണ്ടാക്കുക, ഒച്ചയുണ്ടാക്കി അവൻ്റെ ചുറ്റും പറക്കാൻ തുടങ്ങി. ആൻഡ് ആൾ ദ മോർണിംഗ് the whole family had walked about the big plateau midway down opposite cliff laughing at his cowardice. അപ്പോൾ എന്താണ്, അവൻ്റെ ഫാമിലി, അവൻ്റെ സിബ്ലിങ്സും അവൻ്റെ പാരൻസും അവൻ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റുള്ള പാറക്കെട്ട്, പീഠഭൂമി മീൻസ് പാറക്കെട്ട് നിറഞ്ഞ പ്രദേശം, അവിടേക്ക് പോവുകയും അവൻ്റെ കൊവാഡൈസ് മീൻസ് ഭീരുത്വം, അവൻ്റെ ഈ പേടിയെക്കുറിച്ച്, ഭീരുത്വത്തെക്കുറിച്ച് അവർ കളിയാക്കുകയും ചെയ്തു. ദ സൺ വാസ് നൗ അസെൻഡിങ് ദ സ്കൈ ബ്ലേസിങ് വാംലി. ഇപ്പോൾ സൂര്യൻ എന്താണ്, അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ്. ദ സ്കൈ ബ്ലേസിങ്, ആകാശത്ത് എന്തുണ്ട്, ബ്ലേസിങ് വാംലി, നല്ല ചൂട് കാറ്റുണ്ട്. ഓൺ ഹിസ് ലെഡ്ജ് ദാറ്റ് ഫേസ്ഡ് ദ സൗത്ത്, അവൻ്റെ ലെഡ്ജ് ഇപ്പോൾ സൗത്ത് ഭാഗത്തേക്കാണ് ഡയറക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നല്ല ചൂടുള്ള കാറ്റുണ്ട്. ഹി ഹാഡ് നോട്ട് ഈറ്റൺ he felt the heat because he had not eaten since the previous night. അവന് വളരെയധികം ചൂട് അനുഭവപ്പെട്ടു. എന്തുകൊണ്ട്, he had not eaten since the previous night, കഴിഞ്ഞ രാത്രി അവനൊന്നും തന്നെ കഴിച്ചിട്ടില്ല. then he had found a dried piece of McIntyre's tail. പിന്നെ അവൻ്റെ ക്ലിഫിൽ, അതായത് ആ പാറക്കെട്ടിൽ എന്ത് കണ്ടെത്തുകയാണ്, ഒരു ഉണങ്ങിയ അയിലമീനിൻ്റെ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഫിഷ്, അതിൻ്റെ വാല് കണ്ടെത്തി. ദ ഫാർ എൻഡ് ഓഫ് ഹിസ് ലെഡ്ജ്, അവൻ നിൽക്കുന്ന ആ പാർക്കെട്ടിൻ്റെ അറ്റത്ത്. ദർ വാസ് നോട്ട് എ സിംഗിൾ സ്ക്രാപ്പ് ഓഫ് ഫുഡ് ലെഫ്റ്റ്. അവൻ എല്ലാ ഭാഗത്തും അന്വേഷിച്ചു, അവിടെ ദർ വാസ് നോട്ട് എ സിംഗിൾ സ്ക്രാപ്പ്, ഒരു സിംഗിൾ സ്ക്രാപ്പ് ഓഫ് ഫുഡ് ലെഫ്റ്റ്, ഒരു ചെറിയ കഷ്ണം പോലും ഫുഡ് അവിടെ അവശേഷിക്കുന്നില്ല. ഈ ഹാഡ് സെർച്ച്ഡ് എവരി ഇഞ്ച്, അവൻ എല്ലാ ഇഞ്ചും പരിശോധിച്ചു. റൂട്ടിങ് എമൻ ദ റഫ് ഡേർട്ട് കാക്ക്ഡ് സ്ട്രോ നെസ്റ്റ് വേർ ഹി ആൻഡ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ഹാഡ് ബീൻ ഹാച്ച്ഡ്. അവൻ്റെ അന്വേഷണത്തിൽ എന്തുമാത്രമാണ് കണ്ടെത്തിയത്, ഡേർട്ട് കാക്കഡ്, മണ്ണും, സ്ട്രോ മീൻസ് വൈക്കോലും കൊണ്ടുണ്ടാക്കിയ ഒരു കൂട്, അവിടെയാണ് അവനും അവൻ്റെ സിസ്റ്റേഴ്സിനെയും അടയിരുന്നിരുന്നത്. ഈവൻ ഗ്നാവ്ഡ് അറ്റ് ദ ഡ്രൈഡ് പീസ് ഓഫ് എഗ്ഷെൽ, അവിടെ അവൻ്റെ സിബ്ലിങ്സ് അവനും പുറത്തേക്ക് വന്ന എഗ്ഷെൽസ് മുട്ടത്തോട് ഉണ്ടായിരുന്നു. അവൻ എന്ത് ചെയ്യാണ്, വിശപ്പിൻ്റെ കാഠിന്യത്താൽ അത് ഭക്ഷിക്കുകയാണ്. ഇറ്റ് വാസ് ലൈക്ക് ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ്, അവനെ തന്നെ കഴിക്കുന്ന, അവൻ്റെ ഒരു ഭാഗത്തെ തന്നെ കഴിക്കുന്ന പോലെ ഫീൽ ആവുകയാണ്. കാരണം അത്രയും വിശപ്പുണ്ട്. അതിന് മുന്നിൽ ഒരു സ്ക്രാപ്പ് ഓഫ് ഫുഡ് പോലും അവന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ അവനും അവൻ്റെ സിബ്ലിങ്സും പുറത്തേക്ക് വന്ന മുട്ടത്തോട്, അവന് ആ കൂട്ടിൽ അവൻ്റെ അച്ഛനും അമ്മയും അവിടെ ഇരുന്നൊരു കൂട് കണ്ടെത്തുകയും അതിൽ ആ മുട്ടത്തോട് അവൻ കണ്ടെത്തി, അത് അവന് ഭക്ഷിക്കുകയും. He then trotted back and forth from one end of the ledge to the other. അവന് ട്രോട്ടർ മീൻസ് ഓടുക, മുന്നോട്ടും പിന്നോട്ടും ആ പാറക്കെട്ടിൻ്റെ ഇടയിലൂടെ ഓടാൻ തുടങ്ങി. ഹിസ് ലോങ് ഗ്രേ ലെഗ്സ് സ്റ്റെപ്പിംഗ് ഡെയിൻലി, അവൻ്റെ നീളമുള്ള ഗ്രേ നിറത്തിലുള്ള ലെഗ്സ് സ്റ്റെപ്പിംഗ് ഡെയിൻലി, വളരെ ഭംഗിയായി നിലത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. ട്രൈയിങ് ടു ഫൈൻഡ് സം മീൻസ് ഓഫ് റീച്ചിങ് ഹിസ് പാരൻസ് വിത്തൗട്ട് ഹാവിങ് ടു ഫ്ലൈ, അവൻ എന്തിനു ശ്രമിക്കുകയാണ്, ട്രൈയിങ് ടു റീച്ച് ടു ഹിസ് പാരൻസ്, അവൻ്റെ പാരൻസിൻ്റെ അടുത്തേക്ക് എത്താൻ ശ്രമിക്കുകയാണ്, വിത്തൗട്ട് ഫ്ലൈയിങ്, പറക്കൽ കൂടാതെ. ബട്ട് ഓൺ ഈച്ച് സൈഡ് ഓഫ് ഹിം ദ ലെഡ്ജ് എൻറ്റർഡ് ഇൻ എ ഷീർ ഓഫ് ഫാൾ ഓഫ് പേഴ്സിപ്പൈസ്. പക്ഷേ അവൻ്റെ എല്ലാ സൈഡിലും ആ പാറക്കെട്ട് എന്തിലാണ് ചെന്ന് അവസാനിപ്പിക്കുന്ന അഗാധമായ ഒരു താഴ്ചയിലേക്കാണ് ചെന്ന് അവസാനിക്കുന്നത്. വിത്ത് ദ സീ ബിനീത്ത്, താഴെയാണെങ്കിലോ പരന്ന് കിടക്കുന്ന കടലാണ്. ആൻഡ് ബിറ്റ്വീൻ ഹിം ആൻഡ് ഹിസ് പാരൻസ് ദർ വാസ് എ ഡീപ്പ് വൈഡ് ക്രാക്ക്. അത് മാത്രമല്ല അവൻ്റെയും അവൻ്റെ പാരൻസിൻ്റെയും ഇടയിൽ ഡീപ്പ് ആഴത്തിലുള്ള ഒരു വൈഡ് ക്രാക്കും ഉണ്ട്, വിള്ളലും ഉണ്ട്. ഷുവർലി ഹി കുഡ് റീച്ച് ദം വിത്തൗട്ട് ഫ്ലൈയിങ് ഇഫ് ഹി കുഡ് ഓൺലി മൂവ് നോർത്ത് വേർഡ്സ് എലോങ് ദ ക്ലിഫ് ഫേസ്. അവൻ്റെ പാരൻസിൻ്റെ അടുത്തേക്ക് എത്താൻ സാധിക്കും. ഇഫ് ഹി ഓൺലി മൂവ് നോർത്ത് വേർഡ്സ്, അവന് നോർത്ത് വേർഡ് ഭാഗത്തേക്ക് പോയാൽ അവൻ്റെ പാരൻസിൻ്റെ അടുത്തേക്ക് എത്താൻ കഴിയും. ബട്ട് ദെൻ ഓൺ വാട്ട് കുഡ്
ഹീ വാൾക്ക് എങ്ങനെയാണ് അവന് നടക്കാൻ കഴിയുക? ദർ വാസ് നോ ലെഡ്ജ് അവിടെ പാറകളൊന്നുമില്ല. ആൻഡ് ഹി കാൺ നോട്ട് ഫ്ലൈ അവന് പറക്കാനും കഴിയില്ല. ആൻഡ് എബോവ് ഹിം ഹി കുഡ് സീ നെത്തിങ് അവൻക്ക് മുകളിൽ അവനൊന്നും തന്നെ കാണാൻ കഴിയുന്നില്ല. ദ പേഴ്സിപ്പേസ് വാസ് ഷിയർ ആൻഡ് ദ ടോപ്പ് ഓഫ് ഇറ്റ് വാസ് പെർഹാപ്സ് ഫർദർ എവേ ദാൻ ദ സീ ബിനീത്ത് ഹിം അവന് മുകളിലൊന്നും കാണാനും കഴിയുന്നില്ല, താഴെ പരന്ന് കിടക്കുന്ന കടലുമാണ്. ഈ സ്റ്റെപ്ഡ് സ്ലോലി ഔട്ട് ടു ദ ബ്രിങ്ക് ഓഫ് ദ ലെഡ്ജ് അവന് മെല്ലെ ചുവട് വെക്കാൻ തുടങ്ങി. ആൻഡ് സ്റ്റാൻഡിങ് ഓൺ ദ ലെഗ് വിത്ത് ദ അതർ ലെഗ് ഹിഡൻ അണ്ടർ ഹിസ് വിങ്സ് ഹി ക്ലോസ്ഡ് വൺ ഐ സ്റ്റാൻഡിങ് ഓൺ വൺ ലെഗ് അവൻ ഒറ്റക്കാലിൽ നിൽക്കാൻ തുടങ്ങി. വിത്ത് ദ അതർ ലെഗ് ഹിഡൻ അണ്ടർ ഹിസ് വിങ്ങും അവൻ്റെ മറ്റേ കാല് ചിറകുകൾക്കിടയിലൂടെ ഒളിപ്പിച്ചു. ആൻഡ് പ്രറ്റൻഡഡ് ടു ബി ഫാളിങ് അസ്ലീപ് അവൻ ഉറങ്ങുകയാണെന്ന് അഭിനയിച്ചു. സ്റ്റിൽ ദേ ടുക്ക് നോട്ട് നോട്ടീസ് ഓഫ് ഹിം അവൻ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? അവൻ്റെ പാരൻസിൻ്റെയും സിബ്ലിങ്സിൻ്റെയും അറ്റൻഷൻ കിട്ടാൻ. ബട്ട് ദേ ടുക്ക് നോ നോട്ടീസ് ഓഫ് ഹിം അവരാരും തന്നെ അവനെ ശ്രദ്ധിച്ചില്ല. ഹി സോ ഹിസ് 2 ബ്രദേഴ്സ് ആൻഡ് ഹിസ് സിസ്റ്റർ ലേയിങ് ഓൺ ദ പ്ലാറ്റ്യൂ ഡോസിങ് അവൻ്റെ സഹോദരങ്ങൾ എന്ത് ചെയ്യുകയാണ്? ചെറിയ മയക്കത്തിലായി അവൻ കണ്ടു. വിത്ത് ദെയർ ഹെഡ് സങ്ക് ഇൻ ടു ദെയർ നെക്സ് അവരുടെ തലകൾ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് താഴ്ന്നു കിടക്കുകയാണ്. അവർ ചെറിയ ഉറക്കത്തിലാണ്. ഹിസ് ഫാദർ വാസ് പ്രീനിങ് ദ ഫെദേഴ്സ് ഓൺ ഹിസ് വൈറ്റ് ബാക്ക് അവൻ്റെ അച്ഛൻ എന്ത് ചെയ്യുകയാണ്? അയാളുടെ ഫെദേഴ്സ് ചിറകുകൾ വൃത്തിയാക്കുകയാണ്. പ്രീനിങ് മീൻസ് ക്ലീനിങ്. ഓൺലി ഹിസ് മദർ വാസ് ലുക്ക് അറ്റ് ഹിം അവൻ്റെ അമ്മ മാത്രമാണ് അവനെ നോക്കിയത്. ഷീ വാസ് സ്റ്റാൻഡിങ് ഓൺ എ ലിറ്റിൽ ഹൈ ഹംപ് ഓൺ ദ പ്ലാറ്റ്യൂ അവൻ്റെ അമ്മ ഒരു ഉയർന്ന ഭാഗത്ത് നിൽക്കുകയാണ്. വൈറ്റ് ബ്രസ്റ്റ് ത്രസ്റ്റ് ഫോർവേഡ് അവരുടെ വൈറ്റ് ബ്രസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? മുന്നിലേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. നോ ആൻഡ് അഗെയിൻ ഷീ ടോർ അറ്റ് പീസ് ഓഫ് ഫിഷ് ദാറ്റ് ലേ അറ്റ് ഹെർ ഫീറ്റ് അവരെന്ത് ചെയ്യുകയാണ്? അവരുടെ കാലിൻ്റെ ഇടയിൽ കിടക്കുന്ന ഫിഷ് കീറി മുറുക്കുകയാണ്. ആൻഡ് ദെൻ സ്ക്രാപ്ഡ് ഈ സൈഡ് ഓഫ് ഹെർ ബീക്ക് ഓൺ ദ റോക്ക് അവരുടെ കൊക്ക് പാറയിൽ ഒരതി മുറിച്ച് കൂട്ടുകയും ചെയ്യുന്നുണ്ട്. ദ സൈറ്റ് ഓഫ് ദ ഫുഡ് മാഡ്നഡ് ഹിം അവന് ഭക്ഷണത്തെ കണ്ടപ്പോൾ, അതായത് ആ ഫിഷിനെ കണ്ടപ്പോൾ എന്ത് ചെയ്യണം? വിശപ്പ് കാരണം മാഡ്നഡ് ഹിം ആ ഭക്ഷണത്തെ കണ്ടപ്പോൾ അവന് ഭ്രാന്തമായി. ബിക്കോസ് ഹി ഡിഡ് നോട്ട് ഈറ്റ് എനിത്തിങ് ദ ലാസ്റ്റ് പ്രീവിയസ് നൈറ്റ് കഴിഞ്ഞ ദിവസം മുതൽ അവനൊന്നും തന്നെ കഴിച്ചിട്ടില്ല. അപ്പോൾ ദ സൈറ്റ് ഓഫ് ഫുഡ് ഭക്ഷണത്തെ കണ്ടപ്പോൾ അവൻ എന്തിന്? ബാഡ് ഹിം അത് അവനെ ഭ്രാന്തനാക്കി. ഹൗ ഹി ലോ ടു ടിയർ ഫുഡ് ദാറ്റ് വേ അവനും അവൻ്റെ അമ്മയെപ്പോലെ ഭക്ഷണത്തെ അങ്ങനെ കീറാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. സ്ട്രാപ്പിംഗ് ഹിസ് ബീക്ക് നോ ആൻഡ് എഗെയിൻ അവനും അവൻ്റെ അമ്മയെപ്പോലെ ഭക്ഷണത്തെ കീറി മുറുക്കാൻ ഇഷ്ടമാണ്. സ്ക്രാപ്പിംഗ് ഹിസ് ബീക്ക് നോ ആൻഡ് എഗെയിൻ ടു വെറ്റ് ഇറ്റ് അവനും അവൻ്റെ കൊക്കുകൾ മൂർച്ച കൂട്ടി. ഈ അട്ടേർഡ് എ ലോ കാക്കിൾ അവന് ചെറുതായി ശബ്ദമുണ്ടാക്കി. ഹിസ് മദർ കാക്കിൾഡ് ടു അവൻ്റെ അമ്മയും അതുപോലെ ശബ്ദമുണ്ടാക്കി. ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹിം അവനെ നോക്കി. ഗ ഗ ഗ ഹി ക്രൈഡ് അവന് കരയാൻ തുടങ്ങി. ബെക്കിംഗ് ഹിയർ ടു ബ്രിങ് ഹിം ഓവർ സം ഫുഡ് അവന് യാചിക്കുകയാണ്. ബെഗ് മീൻസ് യാചിക്കുക. അവൻ്റെ അമ്മയോട് കുറച്ച് ഫുഡിന് വേണ്ടി യാചിക്കുകയാണ്. ഗാലു ഷീ സ്ക്രീംഡ് ബാക്ക് മോക്കിംഗ്ലി മീൻസ് പരിഹാസത്തോടെ. അവൻ്റെ അമ്മ തിരിച്ച് പരിഹാസത്തോടെ അവനെ കളിയാക്കി ശബ്ദമുണ്ടാക്കി. ബട്ട് ഹീ കെപ്റ്റ് കോളിംഗ് പ്ലെയിൻറ്റീവ്ലി മീൻസ് സങ്കടത്തോടെ. പക്ഷെ അവന് വീണ്ടും വീണ്ടും സങ്കടത്തോടെ കരയുകയാണ്. ആൻഡ് ആഫ്റ്റർ എ മിനിറ്റ് ഓർ സോ ഒരു മിനിറ്റുകൾക്ക് ശേഷം ഹി അട്ടേർഡ് എ ജോയ്ഫുൾ സ്ക്രീം അവനെന്ത് ചെയ്യുകയാണ്? വളരെ സന്തോഷത്തോടെ ഒരു ഒച്ച ഉണ്ടാക്കുകയാണ്. ഹിസ് മദർ ഹാഡ് പിക്ക്ഡ് അപ്പ് എ പീസ് ഓഫ് ഫിഷ് അവൻ്റെ അമ്മ എന്ത് ചെയ്യുകയാണ്? ഒരു ഫിഷിൻ്റെ പീസ് എടുത്ത് ആൻഡ് വാസ് ഫ്ലൈയിങ് അക്രോസ് ടു ഹിം വിത്ത് ഇറ്റ് അതുമായി അവൻ്റെ അടുത്തേക്ക് പറന്ന് വരികയാണ്. ഹി ലീൻഡ് ഔട്ട് ഈഗേർലി അവൻ എന്ത് ചെയ്യണം? ആകാംക്ഷയോടെ തല ഇങ്ങനെ ലീൻഡ് മീൻസ് ഉയർത്തി നോക്കിയാണ്. ടാപ്പിംഗ് ദ റോക്ക് വിത്ത് ഹിസ് ഫീറ്റ് അവൻ്റെ ആ പാറയിൽ അവൻ്റെ ഫീറ്റ് കാൽപാദം കൊണ്ട് അടിക്കുകയാണ്. ട്രൈങ് ടു ഗെറ്റ് നിയറർ ടു ഹെർ ആസ് ഷീ ഫ്ലൂ അക്രോസ് അവൻ എന്ത് ചെയ്യുകയാണ്? അവൻ്റെ അമ്മയുടെ അടുത്തേക്ക് എത്താൻ ശ്രമിക്കുകയാണ്. ബട്ട് വെൻ ഷീ വാസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ഹിം പക്ഷേ അമ്മ എന്ത് ചെയ്യുകയാണ്? അവൻ്റെ അടുത്ത് എത്താൻ ജസ്റ്റ് അത്രയും അടുത്തെത്തിയപ്പോൾ അബ്രീസ്റ്റ് ഓഫ് ദ ലെഡ്ജ് ഷീ ഹാൾട്ടഡ് മീൻസ് സ്റ്റോപ്പ് അമ്മ എന്ത് ചെയ്യുകയാണ്? അവൻ്റെ അടുത്ത് എത്താനായപ്പോൾ അവൻ അവിടെ നിൽക്കുകയാണ്. ഹെർ ലെഗ്സ് ഹാങ്ങിങ് ലിംപ് ഹെർ വിങ്സ് മോഷൻലെസ് ദ പീസ് ഓഫ് ഫിഷ് ഇൻ ഹെർ ബീക്ക് ഓൾമോസ്റ്റ് വിത്തിൻ റീച്ച് ഓഫ് ഹിസ് ബീക്ക് മീൻസ് കൊക്ക് അവൾ എന്ത് ചെയ്യുകയാണ്? അവളുടെ ചിറകുകൾ മോഷൻലെസ് നിശ്ചലമായി ആ പീസ് ഓഫ് ഫിഷ്
ആ ഫിഷിൻ്റെ പീസ് എങ്ങനെയാണ് അവളുടെ ചുണ്ടത്താണെങ്കിൽ പോലും അത് എത്രത്തോളം അടുത്തെത്തിയിട്ടുണ്ട്. അവൻ്റെ ചുണ്ടിൻ്റെ അരികിലെത്താൻ അത്രത്തോളം അടുത്തേക്ക് അമ്മ പറന്ന് വന്നിട്ടുണ്ട്. പക്ഷേ അമ്മ അവൻ്റെ അടുത്ത് എത്താനപ്പോൾ നിന്നുപോയി. ഈ വെയിറ്റഡ് എ മൂമെൻറ്റ് ഇൻ സർപ്രൈസ്. അവനിത് കണ്ടപ്പോൾ അത്ഭുതപ്പെടുകയാണ്. വോണ്ടറിങ് വൈ ഷീ ഡി നോട്ട് കം ഇൻ നിയറർ. അവൻ അത്ഭുതപ്പെടുകയാണ്, എന്തുകൊണ്ടാണ് അവൾ തൻ്റെ അടുത്തേക്ക് വരാത്തത്. ആൻഡ് ദെൻ മാഡ്നഡ് ബൈ ഹങ്കർ. ഹങ്കർ മീൻസ് വിശപ്പ്, മാഡ്നഡ് ബൈ ഭ്രാന്തനാവുക. അവൻ ആ വിശപ്പ് കാരണം അത്രയും ഭ്രാന്തനാക്കിയിട്ടുണ്ട് വിശപ്പ്. ഈ ഡൈവ്ഡ് അറ്റ് ദ ഫിഷ്. അവൻ എന്ത് ചെയ്യുകയാണ്, ആ ഫിഷിനെ വിഴുങ്ങുകയാണ്. ഫെൽ ഔട്ട്വേർഡ് ആൻഡ് ഡൗൺവേർഡ് ഇൻ ടു സ്പേസ്. ഹിസ് മദർ ഹാഡ് സൂപ്ഡ് അപ്വേർഡ്. അപ്വേർഡ് മുകളിലേക്ക്, സൂപ്ഡ് മീൻസ് മുകളിലേക്ക് കുതിക്കുക. ആസ് ഹി പാസ്ഡ് ബിനീത്ത് ഹെർ ഹീ ഹിയർ ദ സ്വിഷ് ഓഫ് ഹെർ വിങ്സ്. അവൻ്റെ അമ്മ പാസ് ചെയ്ത് പോയപ്പോൾ അവന് കേട്ടു ദ സ്വിഷ് മീൻസ് ചിറകടി ശബ്ദം, ഓഫ് ഹെർ വിങ്സ് അവളുടെ ചിറകിൻ്റെ ശബ്ദം കേട്ടു. ദെൻ ഹി മോൺസ്ട്രസ് ടെറർ സീസ്ഡ് ഹിം ആൻഡ് ഹിസ് ഹേർട്ട് സ്റ്റുഡ് സ്റ്റിൽ. ദെൻ മോൺസ്ട്രസ് മീൻസ് പേടിപ്പെടുത്തുന്ന, ടെറർ സീസ്ഡ് മീൻസ് പിടിക്കുക, ഹിം ആൻഡ് ഹിസ് ഹേർട്ട് സ്റ്റുഡ് സ്റ്റിൽ. അവനെ ഒരു പേടിപ്പെടുത്തുന്ന ശബ്ദം പിടികൂടുകയും അവൻ്റെ ഹൃദയം നിശ്ചലമാവുകയും ചെയ്തു. ഹീ കുഡ് ഹിയർ നത്തിങ്. അവനൊന്നും തന്നെ കേൾക്കാൻ കഴിയുന്നില്ല. ബട്ട് ഇറ്റ് ഓൺലി ലാസ്റ്റഡ് എ മൊമെൻറ്റ്. പക്ഷേ അത് ലാസ്റ്റ് മീൻസ് നീണ്ടു നിൽക്കുക, വളരെ ചുരുങ്ങിയ നിമിഷത്തേക്ക് മാത്രമേ നീണ്ടു നിന്നതുള്ളൂ. ദ നെക്സ്റ്റ് മൊമെൻറ്റ്, അടുത്ത നിമിഷം ഹീ ഫെൽറ്റ് ഹിസ് വിങ്സ് സ്പ്രെഡ് ഔട്ട്വേർഡ്സ്. അവൻ്റെ വിങ്സ് പുറത്തേക്ക് പടർന്നു പോകുന്നത്, പരന്ന് നിൽക്കുന്നതായി അവന് തോന്നി. ദ വിൻഡ് റഷ്ഡ് അഗെയിൻസ്റ്റ് ഹിസ് ബ്രസ്റ്റ് ഫെദേഴ്സ്. അവൻ്റെ മാരടത്തിലുള്ള ചിറകിന് ഓപ്പോസിറ്റായി വിൻഡ് റഷ് ചെയ്യുന്നതായി അവന് തോന്നി. ദെൻ അണ്ടർ ഹിസ് സ്റ്റൊമക്സ് ആൻഡ് അഗെയിൻസ്റ്റ് ഹിസ് വിങ്സും. പിന്നെ എന്താണ്, കാറ്റ് എവിടേക്ക് പോകണം, അവൻ്റെ സ്റ്റൊമക് വയറിൻ്റെ ഭാഗത്തൂടെ, അഗെയിൻസ്റ്റ് വിങ്സ് അവൻ്റെ ചിറകുകൾക്ക് ഓപ്പോസിറ്റായി പോകുന്നത് അവന് തോന്നി. ഹീ കുഡ് ഫീൽ ദ ടിപ്സ് ഓഫ് ഹിസ് വിങ്സ് കട്ടിങ് ത്രൂ ദ എയർ. അവൻ എന്താണ് തോന്നുന്നത്, അവൻ്റെ ചിറകിൻ്റെ ടിപ്സ്, അറ്റങ്ങൾ കട്ടിങ് ത്രൂ ദ എയർ, വായുവിനെ കീറി മുറിച്ച് പോകുന്നത് പോലെ അവന് തോന്നി. ഹി വാസ് നോട്ട് ഫോളിങ് ഹെഡിങ് നൗ, ഹി വാസ് സോറിങ് ഗ്രാജുവലി. അവന് ക്രമേണ മുകളിലേക്ക് ഉയരാൻ തുടങ്ങി. ഡൗൺവേർഡ് ആൻഡ് ഔട്ട്വേർഡ്, താഴത്തേക്കും ഔട്ട്വേർഡ് പുറത്തേക്കൊക്കെ ഉയരാൻ തുടങ്ങി. ഹി വാസ് നോ ലോങ്ങർ അഫ്രൈഡ്. പക്ഷെ അവന് ഇപ്പോൾ എന്തില്ല, നോ ലോങ്ങർ അഫ്രൈഡ്, അവന് ഭയമില്ല. ഹി ജസ്റ്റ് ഫെൽറ്റ് എ ബിറ്റ് ഡിസി. അവന് ചെറുതായൊരു തലകറക്കം, മയക്കം മാത്രമാണ് അനുഭവപ്പെടുന്നത്. ദെൻ ഹി ഫ്ലാപ്ഡ് ഹിസ് വിങ്സ് വൺസ് ആൻഡ് ഹി സോഡ് അപ്വേർഡ്. അവൻ്റെ ചിറകുകൾ അടിച്ച് സോഡ് അപ്വേർഡ്, മുകളിലേക്ക് പറന്നു പോകാൻ തുടങ്ങി. ഹി അട്ടേർഡ് എ ജോയസ് സ്ക്രീം ആൻഡ് ഫ്ലാപ്ഡ് ദം എഗെയിൻ. അവന് വളരെ സന്തോഷത്തോടെ ഒരു സ്ക്രീം, ഒച്ചയുണ്ടാക്കി, അലർച്ചയുണ്ടാക്കി. ആൻഡ് ഫ്ലാപ്ഡ് ദം എഗെയിൻ. അവൻ്റെ ചിറകുകൾ വീണ്ടും അടിക്കാൻ തുടങ്ങി. ഈ സോഡ് ഹയർ, മുകളിലേക്ക് പറക്കാൻ തുടങ്ങി. ഈ റേസ്ഡ് ഹിസ് ബ്രസ്റ്റ് ആൻഡ് ബാങ്ക്ഡ് അഗെയിൻസ്റ്റ് ദ വിൻഡ്. അവൻ്റെ ബ്രസ്റ്റ് ഉയർത്തുകയും, ബാങ്ക്ഡ് മീൻസ് കുതിക്കുക, എഗെയിൻസ്റ്റ് ദ വിൻഡ് കാറ്റിന് എതിരെ അവൻ കുതിക്കുകയും ചെയ്തു. ഗ ഗ ഗ ഗ്വലു ഹിസ് മദർ സൂപ്ഡ് പാസ്റ്റ് ഹിം. അവൻ്റെ അമ്മയും അവൻ്റെ കുതിച്ച് പറക്കാൻ തുടങ്ങി. വിങ്സ് മേക്കിംഗ് എ ലൗഡ് നോയ്സ്. അവളുടെ ചിറകുകൾ ഒരു വളരെ ഉച്ചത്തിലുള്ള ഒരു സൗണ്ട് ഉണ്ടാക്കി. ഹി ആൻസേർഡ് ഹെർ വിത്ത് അനദർ സ്കീം. അപ്പോൾ അമ്മ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നത് കേട്ടപ്പോൾ അവൻ എന്ത് ചെയ്തു, തിരിച്ചും അതുപോലെ ഒച്ചയുണ്ടാക്കി. ദെൻ ഹിസ് ഫാദർ ഫ്ലൂ ഓവർ ഹിം സ്ക്രീം. പിന്നെ എന്ത് ചെയ്തു, അവൻ പറക്കുന്നത് കണ്ട് അവൻ്റെ അച്ഛൻ അവന് മുകളിൽ പറന്ന് വരികയും ഒച്ചയുണ്ടാക്കുകയും ചെയ്തു. ദെൻ ഹി സോ ഹിസ് 2 brothers ആൻഡ് സിസ്റ്റർ ഫ്ലൈയിങ് അറൗണ്ട് ഹിം. പിന്നെ എന്താണ് അവൻ കാണുന്നത്, അവൻ്റെ സിബ്ലിങ്സ്, അവൻ്റെ 2 brothers അവൻ്റെ സിസ്റ്ററും അവന് ചുറ്റും പറക്കുന്നതാണ് കാണുന്നത്. സോറിങ് ആൻഡ് ഡൈവിങ്. അവരലറുന്നുണ്ട്, അവന് പിടിക്കുന്നുണ്ട്, അവർ ഫിഷ് പിടിക്കുന്നുണ്ട്, അവൻ ചുറ്റും പ്രൗഡായിട്ട്. ദെൻ ഹി കംപ്ലീറ്റ്ലി ഫോർഗോട്ട് അബൌട്ട് ദാറ്റ് ഹി ഹാഡ് നോട്ട് ആൾവേസ് ബീൻ ഏബിൾ ടു ഫ്ലൈ. അവന് പറക്കാൻ കഴിയില്ല എന്നത് അവൻ മറന്നു പോയിട്ടുണ്ട്. ആൻഡ് കമൻസഡ് ടു ഡേവ് ആൻഡ് സോ ഷ്രീക്കിംഗ് ഷ്രില്ലി. അവന് കമൻസഡ് മീൻസ് സ്റ്റാർട്ടഡ്. അവന് ഒച്ചയുണ്ടാക്കാനും ഉയരത്തിൽ പറക്കാനും ഒക്കെ അലറാനും ഒക്കെ തുടങ്ങി. ഹി വാസ് നിയർ ദ സീനു. അവനിപ്പോൾ എന്താണ്, കടലിൻ്റെ അടുത്താണ്. ഫ്ലൈയിങ് സ്ട്രെയിറ്റ് ഓവർ ഇറ്റ്. അതിന് നേരെ മുകളിലൂടെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഫേസിങ് ഓവർ ദ ഓഷ്യൻ. ഹി സോ വാസ്റ്റ് ഗ്രീൻ സീ ബിനീത്ത്. അവൻ എന്താണ്, പരന്ന് കിടക്കുന്ന വിശാലമായ കടലാണ് ഇപ്പോൾ അവന് താഴെ കാണുന്നത്. വിത്ത് ലിറ്റിൽ റിഡ്ജസ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് റിഡ്ജസ്? റിഡ്ജസ് മീൻസ് ചെറിയ തിരമാല. അപ്പോൾ അവന്
ചെറുതായ തിരമാല മൂവിങ് ഓവർ ഇറ്റ്, കടലിൻ്റെ മുകളിലൂടെ പോകുന്നത് അവന് കാണാം. ഈ ടേൺ ഈസ് ബീക്ക് സൈഡ് വേ ആൻഡ് ക്രൗഡ് അമ്യൂസ്ഡ്ലി, അവൻ്റെ ചുണ്ടുകൾ സൈഡിലേക്ക് തിരിക്കുകയും ക്രൗഡ് അമ്യൂസ്ഡ്ലി സന്തോഷത്തോടെ അവന് സൗണ്ട് ഉണ്ടാക്കുകയും ചെയ്തു. ഹിസ് പാരൻസ് ആൻഡ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ഹാഡ് ലാൻഡഡ് ഓൺ ദ ഗ്രീൻ ഫ്ലോർ ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. അവൻ്റെ പാരൻസും സിബിലിങ്സും അടുത്തുള്ള പച്ച നിലത്തിൽ ലാൻഡ് ചെയ്തു. ദ വർ ബെക്കണിങ് ഹിം, അവനെ ആക്ഷൻ കണ്ടു. ബെക്കോണിങ് മീൻസ് ആക്ഷൻ കോൾ, അവനെ ആക്ഷൻ കാട്ടി വിളിക്കാൻ തുടങ്ങി. ഹിസ് ലെഗ്സ് സാങ്, ഹി ഡ്രോപ്പ്ഡ് ഹിസ് ലെഗ്സ് ടു സ്റ്റാൻഡ് ഓൺ ദ ഗ്രീൻ സീ. അവനെന്താണ് ഡ്രോപ്പ്ഡ്, താഴ്ത്തുക, ലെഗ്സ് അവൻ്റെ കാലുകൾ താഴ്ത്തി. എന്തിനു വേണ്ടി? ടു സ്റ്റാൻഡ് ഓൺ ദ ഗ്രീൻ സീ, ആ കടലിൽ നിൽക്കാൻ വേണ്ടി. ഹിസ് ലെഗ്സ് സാങ് ഇൻ ടു ഇറ്റ്, അവൻ്റെ സാങ് മീൻസ് താഴുക, മുങ്ങുക, അവൻ്റെ കാലുകൾ കടലിലേക്ക് മുങ്ങിപ്പോകുന്നുണ്ട്. ഹി സ്ക്രീംഡ് വിത്ത് ഫ്രൈറ്റ് ആൻഡ് അറ്റംപ്റ്റ് ടു റൈസ് അഗെയിൻ, അവന് പേടി കൊണ്ട് അലറാൻ തുടങ്ങി. ഫ്ലാപ്ഡ്, അവൻ ടു റൈസ് അഗെയിൻ, അവന് എന്ത് ചെയ്യുകയാണ്? മുകളിലേക്ക് വീണ്ടും ഉയരാൻ ശ്രമിക്കുകയാണ്. ഫ്ലാപ്ഡ് ഹിസ് വിങ്സ്, അവൻ്റെ ചിറകുകൾ അവൻ അടിക്കാൻ തുടങ്ങി. ബട്ട് ഹി വാസ് ടയേർഡ്, അവനെന്താണ്? ക്ഷീണിതനാണ്, അവന് ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. ആൻഡ് വീക്ക് വിത്ത് ഹങ്കർ, അവന് വളരെ വീക്കാണ്, അവന് നല്ല വിശപ്പുണ്ട്. ആൻഡ് ഹി കുഡ് നോട്ട് റൈസ്, അവന് ഉയരാൻ കഴിയുന്നില്ല. എക്സ്ഹോസ്റ്റഡ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് exhausted means tired by the strange excesses. അവന് ഈ പറക്കാനുള്ള പരിശീലനം കാരണം അവന് വളരെയധികം ടയേർഡാണ്. ഹിസ് ഫീറ്റ് സാങ് ഇൻ ടു ദ ഗ്രീൻസ്, അവൻ്റെ കാലുകൾ കടലിലേക്ക് താഴ്ന്നു പോവുകയാണ്. ആൻഡ് ദിസ് ബെല്ലി മീൻസ് സ്റ്റൊമക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ടച്ച്ഡ് ഇറ്റ് ആൻഡ് ഹി സാങ് നോ ഫർദർ, അവൻ്റെ ബെല്ലി വയറ് കടലിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ഹി ഗോയിങ് ടു സാങ് നോ ഫർദർ, അധികം ടൈം കൂടാതെ അവനെന്ത് ചെയ്യും? കടലിൽ മുങ്ങിപ്പോവും. ഹി വാസ് ഫ്ലോട്ടിങ് ഓൺ ഇറ്റ്, അവനിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് അറൗണ്ട് ഹിം ഹിസ് ഫാമിലി വാസ് സ്ക്രീമിങ്, അവന് ചുറ്റും നിന്ന് അവൻ്റെ ഫാമിലി എന്ത് ചെയ്യുന്നുണ്ട്? അലറുന്നുണ്ട്. പ്രൈസിങ് ഹിം, അവനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അവനെ പ്രൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദെയർ ബീക്സ് വർ ഓഫറിങ് ഹിം സ്ക്രാപ്സ് ഓഫ് ഡോഗ് ഫിഷ്, അവരുടെ ബീക്സ്, അവരുടെ കൊക്കുകൾ, അവൻ്റെ സിബിലിങ്സിൻ്റെയും പാരൻസിൻ്റെയും കൊക്കുകൾ അവനെന്ത് ഓഫർ ചെയ്യുന്നുണ്ട്? സ്ക്രാപ്സ് ഓഫ് ഡോഗ് ഫിഷിൻ്റെ കഷ്ണങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ്? ഹി മേഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, അവൻ്റെ ആദ്യത്തെ പറക്കൽ ആരംഭിച്ചു. അവനത് നടത്തി. ഹി ഹാഡ് മേഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, അങ്ങനെ ആദ്യമായി അവൻ പറന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ലെസൺ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ഷുഡ് കമൻറ്റ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും വേർഡ് മീൻസ് അറിയാത്തുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. I hope it will be helpful to crack high scoring exams. So do subscribe my channel for more videos. Thank you.